നമസ്തേ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ യോഗ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് എങ്ങനെ വയറ് കുറയ്ക്കാം എന്നുള്ള രീതിയെക്കുറിച്ച് ഒരു യോഗാസന സെഷൻ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് എല്ലാം തയ്യാറാവുക. മാറ്റൊക്കെ പിടിച്ച് റെഡിയാവാം. റെഡി, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ചെറിയൊരു വാമപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാം റെഡിയല്ലേ? റെഡി. അപ്പോൾ നേരെ നിവർന്നിരിക്കാം. കൈകൾ രണ്ടും ഷോൾഡറിന് നേരെ നീട്ടി വയ്ക്കാം. വലത് കൈ സാവധാനം താഴെ വെച്ച് ഇടത് കൈ സാവധാനം മുകളിലേക്ക് ഉയർത്തി നന്നായിട്ട് സൈഡിലേക്കൊന്ന് ബെൻഡ് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരാം. കൈ ഉയർത്തി കൊണ്ടുവരാം. ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കൈ താഴെ വെച്ച് വലത് കൈ ഉയർത്തി കൊണ്ടുവരാം. ചെവിയോട് ചേർത്ത് നീട്ടാനായിട്ട് ശ്രമിക്കുക. നന്നായി സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നേരെ ഉയർന്നു വന്ന് വീണ്ടും വലത് ഭാഗത്തേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു വരാം. ശ്വാസം വിട്ടുകൊണ്ട് ഇടത് സൈഡിലേക്ക്. ഇൻഹേൽ. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഒന്ന് പുറകോട്ട് ചെരിഞ്ഞ് വലത് കൈ പുറകോട്ട് വെച്ച് ഇടത് കൈ കാൽമുട്ടിലേക്ക് വയ്ക്കാം. നന്നായിട്ടൊന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കാം. ശ്വാസം എടുത്തുകൊണ്ട് ഫ്രണ്ടിലേക്ക്. ഇടത് കൈ സാവധാനം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ബാക്കിലേക്ക് വെച്ച ശേഷം വലത് കൈ ഇടത് കാൽ മുട്ടിലേക്ക് വെച്ച് ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കാം. വയറിലേക്ക് ശ്രദ്ധിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും വലത് സൈഡിലേക്ക്. വലത് കൈ പുറകോട്ട് വെച്ച് ഇടത് കൈ വലത് കാൽ മുട്ടിലേക്ക് വെച്ച് നന്നായി പുറകോട്ട് തിരിഞ്ഞ് ബാക്കിലേക്ക് നോക്കാം. ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും ഫ്രണ്ടിലേക്ക്. ഇടത് ഭാഗത്തേക്ക് ഇടത് കൈ പുറകോട്ട് വെച്ച് വലത് കൈ ഇടത് കാൽ മുട്ടിലേക്ക് വെച്ച് നന്നായി പുറകോട്ട് തിരിഞ്ഞ് നോക്കാം. സാവധാനം തിരിച്ചു വരാം. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴെ വയ്ക്കാം. നന്നായി ഡീപ്പ് ബ്രീത്ത് ചെയ്യാം. 2-3 പ്രാവശ്യം. ഈ സാവധാനം 2 കൈകളും പുറകോട്ട് കൊണ്ടുപോയി റെസ്റ്റിലേക്ക് പിടിക്കാം. അതായത് ഇങ്ങനെ റെസ്റ്റിലേക്ക് ബാക്കിൽ പിടിക്കാം. തല ഒന്ന് ഉയർത്താം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് താഴത്തേക്ക് കൊണ്ടുവരാം. ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് താഴത്തേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് വലത് കാൽ മുട്ടിലേക്ക് നെറ്റി അടുത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. ഇൻഹേൽ മുകളിലേക്ക്. എക്സേൽ താഴത്തേക്ക്. ഇൻഹേൽ മുകളിലേക്ക്. ഒരു പ്രാവശ്യം കൂടി ചെയ്യാം. ശ്വാസം എടുത്ത് തല മുകളിലേക്ക് ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് താഴത്തേക്ക്. എക്സേൽ. ഇൻഹേൽ. എക്സേൽ. ഇൻഹേൽ. തല സാവധാനം താഴ്ത്തി കൊണ്ടുവരാം. എക്സേൽ. കൈകൾ റിലീസ് ചെയ്യാം. 2 പ്രാവശ്യം കൂടി ഡീപ് ബ്രീത്ത് ചെയ്യാം. ഇനി അടുത്തത് തിത്തിലി ചെയ്യാം. കാൽപാദങ്ങൾ തൊഴുതു പിടിച്ച പോലെ വെച്ച ശേഷം കൈകൾ അടിയിലൂടെയിലിട്ട് ലോക്ക് ചെയ്ത് തിരിച്ചു പിടിക്കുക. എന്നിട്ട് കാലുകൾ പതുക്കെ പൂമ്പാറ്റ ചിറകടിക്കുന്നത് പോലെ അടിക്കുക. അപ്പോൾ താഴത്തേക്ക് കുറച്ച് പുഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരെ നിവർന്നിരുന്ന് കണ്ണുകളടച്ച് അരക്കെട്ടിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച ശേഷം ഹിപ്പ് ജോയിൻ്റൊക്കെ ഒന്ന് റിലീസ് ചെയ്ത് വിടുക. ലൂസാക്കി വയ്ക്കുക. മസിൽസ് എല്ലാം അവിടെ ഫ്രീ ആക്കി വയ്ക്കുക. കാലുകളുടെ ചലനം. അരക്കെട്ടിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് തിത്തിലി.
ഏകദേശം ഓരോ ചലനത്തിനും 1 2 3 കൗണ്ട് ചെയ്യാൻ മനസ്സിൽ ഏകദേശം ഒരു 100 പ്രാവശ്യമാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. 100 1 2 3 4 എന്നുള്ള രീതിക്ക് കൗണ്ട് ചെയ്ത് പോവുക. 100 ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. ഹിപ്പ് ജോയിൻറ്റ് നന്നായി അയച്ചു വിടുക. നോർമൽ ബ്രീത്തിങ്, ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ചെയ്യരുത്. "91, 92, 93, 94, 95, 96, 97, 98, 99, 100." സാവധാനം കാലുകളുടെ ചലനം നിർത്തി കണ്ണുകൾ തുറന്ന് കൈകൾ റിലീസ് ചെയ്യാം. നോർമൽ പോസ്റ്റിലേക്ക് വരാം. സുഖാസന. നേരെ നിവർന്നിരിക്കാം. ഒരു ഡീപ്പ് ബ്രീത്ത് ചെയ്യാം. ഗുഡ്. ഇനി നമുക്ക് ഒരു ഭ്രമരി ചെയ്യാം. നേരെ നട്ടൽ നിവർത്തി നേരെ ഇരിക്കാം. തല നേരെ വയ്ക്കാം. കൈകൾ ചിന്മുദ്രയിൽ വെച്ച് കൈപ്പത്തി മാത്രം കാൽമുട്ടുകളുടെ പുറത്തേക്ക് വരുന്ന രീതിയിൽ വെച്ച ശേഷം നേരെ നിവർന്നിരുന്ന് നിറച്ച് ശ്വാസം എടുത്ത് മൂന്ന് പ്രാവശ്യം ചെയ്യാം. നിറച്ച് ശ്വാസം എടുക്കുക. ഇനി തലയിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഒന്നുകൂടെ ലാസ്റ്റ് വൺ. നിറച്ച് ശ്വാസം എടുത്ത് തലയിലേക്ക് ശ്രദ്ധിച്ച് കണ്ണുകളടച്ച് സാവധാനം കണ്ണുകൾ തുറക്കും. ഒരു ഡീപ്പ് ബ്രീത്ത് ചെയ്യാം. ഗുഡ്. ആ ബ്രീത്തും ഹാർട്ട് ബീറ്റൊക്കെ നോർമലായ ശേഷം നമുക്ക് അടുത്തേക്ക് കിടക്കാം. അപ്പോൾ അടുത്തത് അശ്വസഞ്ചലനാസന. അപ്പോൾ നമ്മളെപ്പോഴും സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ നമ്മുടെ കാലുകൾ കൈകളുടെ ഇടയിലായിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് കാലുകൾ കൈകളുടെ പുറത്തായിരിക്കണം ഉണ്ടാവേണ്ടത് കേട്ടോ. റെഡി. ഷോൾഡറിൻ്റെ നേരെ താഴെ കൈപ്പത്തികൾ വരുന്ന രീതിയിൽ വയ്ക്കാം. കാൽപാദങ്ങൾ താഴെ വെച്ച് ഇടുപ്പ് ഇങ്ങനെ മുകളിലേക്ക് ഉയർത്താനും പാടില്ല, ഇങ്ങനെ താഴത്തേക്ക് കൊണ്ടുവരാനും പാടില്ല. സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കാൻ ശ്രമിക്കുക. റെഡി. ആദ്യം വലത് കാൽ. അപ്പോൾ വലത് കൈയിൻ്റെ പുറം ഭാഗത്ത് കൊണ്ടുവച്ച ശേഷം പുറകിലത്തെ കാൽമുട്ട് താഴെ വെച്ച് തല ഉയർത്തി മുകളിലേക്ക് നോക്കുക. നോർമൽ ബ്രീത്തിങ്. നമ്മുടെ തുടകൾക്ക് നല്ല സ്ട്രെച്ച് കിട്ടുന്നുണ്ടാവും. അടിവയറിലേക്ക് ഒരു സ്ട്രെച്ച് ഉണ്ടാവും. അതുപോലെ തന്നെ തുടകളിലേക്കും വയറിലേക്കും നമ്മുടെ ബട്ടക്സ് മസിൽസ്, ബാക്ക് മസിൽസിനെല്ലാം ചെറിയ സ്ട്രെച്ച് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എവിടെയൊക്കെയാണ് സ്ട്രെച്ച് കിട്ടുന്നത് എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നോർമൽ ബ്രീത്തിങ്. 6 7 8 9 10. ഇനി പുറകിലത്തെ കാൽമുട്ടൊന്ന് ഉയർത്തിയ ശേഷം ഫ്രണ്ടിലുള്ള കാൽ ബാക്കിലേക്ക് കൊണ്ടുപോവുക. ഗുഡ്. ഉത്തോലകം അല്ലെങ്കിൽ ദണ്ഡാസന. അടുത്തത് ഇടത് കാൽ. അപ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കൈയിൻ്റെ പുറം ഭാഗത്തേക്ക് കൊണ്ടുവന്ന് വയ്ക്കാം. വച്ച ശേഷം
കാൽമുട്ട് താഴെ വെച്ച് തല ഉയർത്തി മുകളിലേക്ക് നോക്കുക. നോർമൽ ബ്രീത്തിങ്. ബാക്ക് മസിൽസിലേക്കും തുടയിലേക്കും അടിവയറിലേക്കൊന്ന് ശ്രദ്ധിക്കുക. നോർമൽ ബ്രീത്തിങ്. ശ്വാസം എടുത്ത് വിട്ടുകൊണ്ടിരിക്കുക. ഒരിക്കലും അടക്കി പിടിച്ചു വയ്ക്കരുത്. ശ്വാസം അടക്കി പിടിച്ചു വെച്ചുകൊണ്ട് ചെയ്യരുത്. സെവൻ, 8, 9, 10. പുറകിലത്തെ കാൽ മുട്ടൊന്ന് ഉയർത്തി ഫ്രണ്ടിലത്തെ കാൽ ബാക്കിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഇത് നമുക്ക് കുറച്ച് സ്പീഡിൽ ചെയ്യാം. റെഡി? ശ്വാസം എടുത്തുകൊണ്ട് വലത് കാൽ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കാൽ ബാക്കിലേക്ക്. ഇനി ഇടത് കാൽ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് നോക്കി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കാൽ പുറകോട്ട്. വീണ്ടും അടുത്ത കാൽ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അടുത്ത കാൽ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ബാക്കിലേക്ക് കാൽ മുട്ട് താഴെ വെച്ച് വജ്രാസന. അപ്പോൾ വജ്രാസനം ഇരിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഈ കാൽ തള്ളവിരൽ രണ്ടും മുട്ടിച്ച് വെച്ചിട്ടുണ്ടാവണം. കുതികാലുകൾ ഇങ്ങനെ അയറ്റി വെച്ചിട്ടുണ്ടാവണം. അതിനകത്തേക്ക് ഇങ്ങനെ ഇരിക്കാം. അങ്ങനെ ഇരുന്നുകൊണ്ട് കാൽമുട്ടുകൾ ഫ്രണ്ടിൽ ചേർത്തി വയ്ക്കും. കൈകൾ കാൽമുട്ടിലേക്ക് വെച്ച് തണ്ടിൽ നിവർത്തിയിരുന്ന് കണ്ണുകളടച്ച് ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. അശ്വസഞ്ചലനാസനം ചെയ്തതിൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ ഇൻക്രീസ് ആയിട്ടുണ്ടാവും. ഹാർട്ട് ബീറ്റിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. കണ്ണുകളടച്ച് ദീർഘശ്വാസം, ഡീപ് ബ്രീത്തുകൾ ചെയ്യാം. അടുത്തത് ഉത്തോലകം അല്ലെങ്കിൽ ദണ്ഡാസനത്തിൽ നിന്നുകൊണ്ട് ഒരു ആസനക്രിയ ചെയ്യാം. അതായത് കാൽമുട്ടുകൾ കൈമുട്ടിലേക്ക് കൊണ്ടുവന്ന് മുട്ടിക്കുക എന്നുള്ള രീതിക്ക് ചെയ്യാം. വയറിന് ഏറ്റവും നല്ല എക്സസൈസുകളിൽ ഒന്നാണ്. അപ്പോൾ അത് ചെയ്യാം. ആദ്യം ദണ്ഡാസനത്തേക്ക് വരിക. ഷോൾഡറിന് നേരെ താഴെ കൈപ്പത്തികൾ വെച്ച് ഇടുപ്പ് ഒരുപാട് മുകളിലേക്കും താഴത്തേക്കും പോക്കാതെ നേരെ നിൽക്കാം. ഇനി കാൽമുട്ടുകൾ കൈമുട്ടിലേക്ക് കൊണ്ടുവന്ന് മുട്ടിക്കാം. കാൽപാദം നിലത്ത് മുട്ടാതെ കണ്ട ഇതുപോലെ പൊക്കി പിടിക്കുക. താഴത്തേക്ക് വീണ്ടും അടുത്ത കാൽ പൊക്കി പിടിച്ചു. ഗുഡ്. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. വീണ്ടും വജ്രാസനത്തിന് ശേഷം ഹാർട്ട് ബീറ്റിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് റിലാക്സ് ആയിട്ടിരിക്കുക. ഒന്ന് ഡീപ് ബ്രീത്ത് ചെയ്യാം. അപ്പോൾ കൂടുതൽ നേരം റെസ്റ്റ് എടുക്കാൻ പാടില്ല. ഒരു 30 സെക്കൻഡ്സ് വരയ്ക്കും നമുക്ക് റെസ്റ്റ് എടുക്കാം. വീണ്ടും ഇത് തന്നെ ആവർത്തിക്കാം. റെഡി? സെക്കൻഡ് റൗണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. മൊത്തം 3 റൗണ്ടുകളാണ് ചെയ്യേണ്ടത്. നമ്മൾ 2 റൗണ്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര സ്പീഡിൽ ചെയ്യാൻ കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് വീഡിയോ സ്ലോ ആക്കിയിട്ട് പതുക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു 30 സെക്കൻഡ്സ് നന്നായി ഡീപ് ബ്രീത്ത് ചെയ്യുക. നിറച്ച് ശ്വാസം എടുത്ത് വായ കൂർപ്പിച്ച് സാവധാനം ഒന്ന് ഊതിക്കളയാം. ഗുഡ്. അപ്പോൾ ലാസ്റ്റ് റൗണ്ട്.
റെഡി. One, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. അപ്പോൾ ഡീപ്പ് ബ്രീത്തുകൾ ചെയ്യാം. നമ്മൾ നന്നായി ഗതയ്ക്കും, ശരീരമൊക്കെ ഒന്ന് വേർത്ത് തുടങ്ങും. അപ്പോൾ അതൊക്കെ ഒന്ന് ഫീൽ ചെയ്യുക. ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഓരോ മസിൽസിനെയും ഓരോ അവയവങ്ങൾക്കുണ്ടാകുന്ന മാറ്റം, ബ്രീത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നന്നായി ഡീപ്പ് ബ്രീത്ത് ചെയ്യുക. അപ്പം നല്ല വെയിൽ കാലമാണ് ഇപ്പോൾ. ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോൾ മഴക്കാലമായിരിക്കും. ഇത് വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല വേനൽക്കാലമാണ്, നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ അതിരാവിലെ എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 5-6 മണിക്ക് ശേഷമൊക്കെ എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. നിറയെ വെള്ളം കുടിക്കുക. അപ്പോൾ വയറ് കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ എക്സസൈസുകളും വയറിലത്തെ മസിലുകളെ ശക്തിപ്പെടുത്താനും അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പുകൾ കൊണ്ടുവരാനായിട്ട് സഹായിക്കുള്ളൂ. ഫാറ്റ് ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാലറി ഡെഫിഷ്യറ്റ് ഉറപ്പായിട്ടും വേണം. അപ്പോൾ കാലറി ഡെഫിഷ്യറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വെയിറ്റ് ലോസ് ആവാനോ അല്ലെങ്കിൽ ഫാറ്റ് കുറയാനൊക്കെ സഹായിക്കുള്ളൂ. അല്ലാതെ നമ്മൾ ചെയ്യുന്ന എക്സസൈസുകൾ മുഴുവൻ നമ്മുടെ മസിൽസിനെ സ്ട്രെങ്തനാക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എക്സസൈസ് ചെയ്തുകൊണ്ട് മാത്രം വെയിറ്റ് കുറയും എന്നാലും ഒരിക്കലും കരുതരുത്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ നമ്മുടെ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോഴുള്ള നമ്മുടെ ഒരു പവർ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ എക്സസൈസുകൾ ചെയ്ത് സഹായിക്കും. അതുപോലെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെ ഒരു ശക്തി അത് എപ്പോഴും നിലനിർത്താനായിട്ട് നമുക്ക് വ്യായാമങ്ങൾ സഹായിക്കും. അടുത്തത് ഭുജംഗാസനത്തിലും ചെയ്യാം. ഭുജംഗാസന കമിഴ്ന്ന് കിടക്കാം. നെറ്റി അല്ലെങ്കിൽ താടി നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടായിട്ടുള്ളത് അത് താഴെ വയ്ക്കാനായിട്ട് ശ്രമിക്കാം. എന്നിട്ട് കൈപ്പത്തി മുതൽ കൈമുട്ട് വരെയുള്ള ഭാഗം താഴെ വയ്ക്കാം. ആദ്യം സരള ഭുജംഗാസനം ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം അപ്പർ ബോഡി ഉയർത്തിക്കൊണ്ടുവരിക. കൈമുട്ട് ഉയരാതെ നിങ്ങൾക്ക് എത്ര ഉയർത്താൻ പറ്റുമോ അത്രത്തോളം ഉയർത്താം. നോർമൽ ബ്രീത്തിങ്. ഉയർന്ന ശേഷം നോർമൽ ബ്രീത്തിങ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. എക്സേൽ. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴത്തേക്ക്. ഇപ്പോൾ സ്പോട്ട് റെക്കോർഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗതയ്ക്കുന്ന സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഓഡിയോയിൽ അടുത്ത് കൂടെ പോകുന്ന വാഹനങ്ങളുടെ സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി അടുത്തത് ഭുജംഗാസന. കൈപ്പത്തി ചെസ്റ്റിൻ്റെ അടുത്ത് വെച്ച് കൈമുട്ടുകൾ ആകാശത്തോട്ട് നോക്കി വെച്ച് നെറ്റി താടി സൗര്യം പോലെ വയ്ക്കാം. താഴെ വയ്ക്കുക. അതുപോലെ കാലുകൾ പുറത്തേക്ക് നീട്ടി പതിച്ച് വയ്ക്കാം. ഒരുപാട് അകറ്റി വയ്ക്കേണ്ട, ഒരുപാട് ചേർത്തും വയ്ക്കേണ്ട. ജസ്റ്റ് നിങ്ങളുടെ ഒരു അരക്കെട്ടിൻ്റെ അകലത്തിലേക്ക് അകറ്റി വയ്ക്കാം. ശ്വാസം എടുത്തുകൊണ്ട് പൊക്കിൾ വരെ ഉയർത്താനായിട്ട് ശ്രമിക്കാം. ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം കേട്ടോ. ഇൻഹേൽ. പൊക്കിളെത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. നോർമൽ ബ്രീത്തിങ്. കണ്ണുകളടച്ച് ഇടുപ്പിലേക്കും പൊക്കിളിലേക്ക് ശ്രദ്ധിക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. എക്സേൽ. പതുക്കെ താഴത്തേക്ക്. നന്നായി ഡീപ്പ് ബ്രീത്ത് ചെയ്യാം. അടുത്തത് ഭുജംഗാസനത്തിൻ്റെ ഒരു വേരിയേഷൻ ആയിട്ടുള്ള ഊർധ്വമുഖ ശ്വാനാസന ചെയ്യാം. അപ്പോൾ അത് ഭുജംഗം പോലെ തന്നെയാണ്, പക്ഷേ നമുക്ക് അരക്കെട്ടും നിലത്ത് മുട്ടാൻ പാടില്ല. കാൽമുട്ടുകളും നിലത്ത് വയ്ക്കാതെ കൈപ്പത്തിയും കാൽപാദവും മാത്രം താഴെ വെച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. മുഴുവനായും
ഉയർന്നു വരിക എന്നുള്ളതാണ്. റെഡിയല്ലേ? അപ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം നന്നായി ഉയർന്നു വരാം. കാൽപാദങ്ങളൊന്ന് താഴെ വെച്ചുകൊണ്ട് കാൽമുട്ടുകൾ നന്നായി ഉയർത്തി ഇടുപ്പ് താഴത്തേക്ക് വെച്ച് നന്നായി മുകളിലേക്ക് നോക്കാം. അപ്പോൾ കാൽമുട്ട് നിലത്ത് വെച്ചിട്ടില്ല, ഇടുപ്പ് നിലത്ത് വെച്ചിട്ടില്ല. നോർമൽ ബ്രീത്തിങ്. നന്നായി മുകളിലേക്ക് നോക്കി വയറിലേക്കും ഇടുപ്പിലേക്കൊന്ന് ശ്രദ്ധിക്കുക. നോർമൽ ബ്രീത്തിങ്. 5, 6, 7, 8, 9, 10. എക്സേൽ. സാവധാനം കാൽമുട്ട് ഇടുപ്പ് പതുക്കെ വയറ് താഴെ വെച്ച് സാവധാനം താഴത്തേക്ക് വരാം. ഇനി ഒരു 30 സെക്കൻഡ്സ് റെസ്റ്റാണ്. മകരാസന. കാൽപാദങ്ങൾ രണ്ടും ഈ കാണുന്ന പോലെ രണ്ട് വശത്തേക്ക് തിരിച്ചു വയ്ക്കുക. കാലുകൾ കുറച്ച് അകറ്റി വയ്ക്കാം. കാലുകൾ തിരിക്കുമ്പോൾ നമ്മുടെ ബട്ടക്സ് മസിലൊക്കെ ടൈറ്റായി വരും. ആ ഭാഗമൊന്ന് ലൂസാക്കി വയ്ക്കുക. അരക്കെട്ടൊക്കെ തളർത്തിയിട്ട് കൈകൾ ഒന്നിനും മുകളിലൊന്നായി വെച്ച് കവിൾ വെച്ച് സുഖമായി കിടക്കുക. നന്നായി ഡീപ്പ് ബ്രീത്ത് ചെയ്യുക, നന്നായി റെസ്റ്റ് എടുക്കുക. ഇനി സാവധാനം ഉയർന്നു വരാം. വജ്രാസനത്തിലേക്ക് വരാം. ഇനി ശശാങ്കത്തിൻ്റെ കുറച്ച് വേരിയേഷൻസ് നോക്കാം. ശശാങ്കത്തിൽ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്, അത് നോക്കാം. റെഡി. അപ്പോൾ ശശാങ്കം 3-4 വേരിയേഷൻസ് നോക്കാം. ആദ്യം കൈകൾ പുറകിലേക്ക് കെട്ടാം. കൈകൾ റെസ്റ്റിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കുക. നന്നായി നീട്ടി താഴത്തേക്ക് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് തല ഉയർത്താം. ഇൻഹേൽ. ശ്വാസം വിട്ടുകൊണ്ട് താഴത്തേക്ക് തല ഉയർത്തി പിടിച്ചുകൊണ്ട് താഴത്തേക്ക് വരാം. എക്സേൽ. താഴത്തേക്ക് വന്ന ശേഷം പതുക്കെ നീട്ടി താഴ്ത്തി നിലത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. നോർമൽ ബ്രീത്തിങ്. Five, 6, 7, 8, 9, 10. ഇൻഹേൽ. തല ഉയർത്തി ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം ഉയർന്നു വരാം. റിലാക്സ്. കൈകൾ സാവധാനം റിലീസ് ചെയ്യാം. ഇനി കൈകൾ വശങ്ങളിലൂടെ ഉയർത്താം. റെഡി. ഇൻഹേൽ. ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തി ചെവിയോട് ചേർത്ത് നന്നായി നീട്ടി പിടിച്ച് തല മുകളിലേക്ക് ഉയർത്തി കൈകളിലേക്ക് നോക്കി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവധാനം താഴ്ത്തേക്ക് വരാം. എക്സേൽ. താഴ്ത്തേക്ക് വെച്ച് പതുക്കെ നെറ്റി താഴ്ത്തി നിലത്ത് വയ്ക്കുക. കൈമുട്ടുകൾ താഴെ വെച്ച് കൈപ്പത്തികൾ ഷോൾഡറിൻ്റെ അകലത്തിലേക്ക് അകറ്റി വയ്ക്കണം. ശരീരം തളർത്തിയിട്ട് ഭൂമിയോട് ചേർന്ന് പതിഞ്ഞ് കിടക്കുക. അരക്കെട്ട് കാൽപാത്തിൽ ചേർത്തിരിക്കേണ്ട ശ്രമിക്കുക. നോർമൽ ബ്രീത്തിങ്. 5, 6, 7, 8, 9, 10. ആദ്യം തല ഉയർത്തി കൈകൾ ഉയർത്തിക്കൊണ്ട് പതുക്കെ മുകളിലേക്ക് വന്ന് മുകളിലേക്ക് നോക്കി ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴത്തേക്കും തല താഴത്തേക്കും കൊണ്ടുവരിക. എക്സേൽ. ഗുഡ്. ഒരു ഡീപ്പ് ബ്രീത്ത് ചെയ്യാം. അപ്പോൾ ഈ ആസനങ്ങൾ ചെയ്യുന്നത് വയർ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അതായത് ദഹന പ്രശ്നങ്ങൾ, PCOD പോലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഗർഭാശയത്തിലുണ്ടാകുന്ന മുഴകൾ, സിസ്റ്റുകൾ ഉണ്ടാവുക, പീരീഡ്സ് കറക്റ്റായിട്ട് വരാതിരിക്കുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർക്ക് ഇങ്ങനത്തെ ആസനങ്ങൾ ചെയ്യുന്നത്, അത് ഈ സെഷൻ തന്നെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അത് അങ്ങനെയുള്ളവരാണെങ്കിൽ ഇതൊന്ന് ദിവസവും ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത വേരിയേഷൻ. കൈ തള്ളവിരൽ ഉള്ളിലേക്ക് മടക്കി കൈ മുഷ്ടി ചുരുട്ടി പിടിച്ച് നമ്മുടെ പുക്കിളിൻ്റെ അടിയിലേക്ക്, അതായത് തുടയും
വയറും ചേർന്ന് അടിവയറിലേക്ക് വെച്ച് കൊടുക്കുക, ചേർത്ത് വെച്ച് കൊടുക്കുക. പൊക്കിളിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ചേർത്തി വെച്ച് കൊടുക്കുക. തല നന്നായി ഉയർത്തി പിടിക്കാം. ശ്വാസം നിറച്ചെടുക്കാം. ഇൻഹേൽ. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വളരെ സാവധാനം താഴത്തേക്ക് വരാം. എക്സേൽ. കൈമുട്ടുകളൊന്ന് താഴ്ത്തി കൊടുക്കുക. നെറ്റി നിലത്ത് മുട്ടിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ വയറിനകത്തേക്ക് നന്നായിട്ട് ഈ കൈകൾ ഉള്ളിലേക്ക് കയറി ചെല്ലും. നന്നായി സ്റ്റിമുലേഷൻ കിട്ടും. വയറിലേക്കൊന്ന് ശ്രദ്ധിക്കുക. കൈമുട്ടുകളൊന്നിങ്ങനെ താഴ്ത്തി കൊടുക്കാൻ ശ്രമിക്കുക. നോർമൽ ബ്രീത്തിങ്. ഫൈവ്, 6, 7, 8, 9, 10. ശ്വാസം എടുത്തുകൊണ്ട് തല ഉയർത്തി മുകളിലേക്ക് ഉയർന്നു വരാം. ഇൻഹേൽ. ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്താം. എക്സേൽ. കൈകൾ റിലീസ് ചെയ്യാം. ഗുഡ്. ഇനി അടുത്തത് സൈക്ലിംഗ് ആണ്. അതും വയറിൻ്റെ മസിലുകളെ ശക്തിപ്പെടുത്താനും വയറ് കുറയ്ക്കാനുള്ള ആസനങ്ങളിൽ പെടുത്തുന്ന വയറ് കുറയ്ക്കാൻ ഡയറ്റ് ആവശ്യമാണ്. അത് ഉറപ്പായിട്ട് മസ്റ്റ് ഫോളോ ചെയ്യുക. അത് എങ്ങനെ വേണം, ഡയറ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ള ഡൗട്ടുള്ളവർക്ക് ഉറപ്പായിട്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. ആവശ്യമുള്ളവർക്ക് കമൻറ്റ് ചെയ്യുക താഴെ. ഓക്കെ, അപ്പോൾ സൈക്ലിംഗ് ചെയ്യാം. റെഡി. അതിനായിട്ട് മലർന്ന് കിടക്കുക. അപ്പോൾ രണ്ട് വിധത്തിൽ ചെയ്യാം. കൈകൾ മലർത്തി വെച്ച് കാലൊന്ന് പൊക്കി അരക്കെട്ടിൻ്റെ അടുത്തേക്ക് വെച്ച് കൊടുക്കാം. അരക്കെട്ടിനോട് ചേർത്തി വെച്ച് കൊടുത്ത് കാലുകൾ ഉയർത്തി ഇങ്ങനെ സൈക്ലിംഗ് ചെയ്യാം. അതല്ല, കൈകളിങ്ങനെ തലക്കടിയിലേക്ക് വെച്ച് കാലുകൾ ഉയർത്തി ഇങ്ങനെയും സൈക്കിൾ ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ട് നോക്കിയ ശേഷം അതുപോലെ ചെയ്യുക. അപ്പോൾ എനിക്ക് കംഫർട്ടായിട്ടുള്ളത് ഇങ്ങനെ ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് കൈകൾ തലക്കടിയിലേക്ക് ലോക്ക് ചെയ്ത് ഇങ്ങനെ വെച്ച് നീണ്ടു നിവർന്ന് കിടന്ന് ശ്വാസം എടുത്തുകൊണ്ട് കാലുകൾ ഉയർത്തി സ്റ്റാർട്ട് സൈക്ലിംഗ്. 1, പിന്നെ ഓരോ കാലിനും 2, 3 എന്ന് കൗണ്ട് ചെയ്യുക. സ്വയം കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 100. ഇപ്പോൾ നമുക്ക് 20 × 5 അല്ലെങ്കിൽ 50 × 2 അല്ലെങ്കിൽ 100 ഒരു പ്രാവശ്യം നമുക്കിത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, നിങ്ങളുടെ സൗകര്യം അനുസരിച്ച്. അതെന്തായാലും നമുക്ക് 100 എണ്ണം ചെയ്യുക എന്നുള്ളതാണ് ഒരു വിഷയം. അപ്പോൾ കണ്ണുകളടച്ച് വയറിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ 100 കൗണ്ട് ചെയ്ത് ചെയ്യാം. ഒരുപാട് സ്പീഡും വേണ്ട, ഒരുപാട് സ്ലോവും വേണ്ട, ഒരു മീഡിയം സ്പീഡിലായിട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. സാവധാനം കാലുകൾ ഇങ്ങനെ ചേർത്തി വെച്ച് പതുക്കെ താഴത്തേക്ക് വയ്ക്കുക. എക്സേൽ. ഗുഡ്. അപ്പോൾ കാലുകൾ അകറ്റി വെച്ച് കൈകൾ അകറ്റി വെച്ച് ശവാസന ഒന്ന് റെസ്റ്റ് എടുക്കാം. റെഡി. ഇനി അടുത്ത് അർദ്ധഭവന മുക്താസന. കൈകൾ ചേർത്ത് വെച്ചു, കാലുകൾ ചേർത്ത് വെച്ചു. ശ്വാസം എടുത്തുകൊണ്ട് വലത് കാൽ ഉയർത്തിക്കൊണ്ടുവരാം. മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് കാൽമുട്ട് മടക്കി വയറിനോട് ചേർത്ത് വെച്ച് കൈകൾ കൊണ്ട് വയറിനോട് ചേർത്ത് കൊണ്ടുവരാം. തല ഉയർത്തണ്ട, തല ഉയർത്താതെ നമ്മൾ ചെയ്യാൻ പോകുന്നു കേട്ടോ. നന്നായി ചേർത്ത് പിടിക്കാം. താഴെയുള്ള കാൽ അതുപോലെ തന്നെ നീട്ടി സ്ട്രെച്ച് ചെയ്ത് പിടിക്കാൻ ശ്രമിക്കുക. നോർമൽ ബ്രീത്തിങ്. വയറിലേക്ക് ശ്രദ്ധിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കാൽ മുകളിലേക്ക് ഉയർത്തി പതുക്കെ താഴത്തേക്ക് വയ്ക്കുക. അടുത്ത കാൽ മുകളിലേക്ക് ഉയർത്തി വയറിനോട് ചേർത്ത് വെച്ച് കൈകൾ ലോക്ക് ചെയ്ത് ചേർത്ത് പിടിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട്
വയറിനെ അമർത്തുന്ന എന്ത് ആസനങ്ങൾ ചെയ്യുമ്പോഴും എക്സൈലിൽ വേണം ചെയ്യാനായിട്ട്. ഫൈനൽ പോസിൽ എത്തിക്കഴിഞ്ഞ് പിന്നെ നോർമൽ ബ്രീത്തിങ്ങിലേക്ക് മാറും വേണം. ഇപ്പോൾ ജാനുശീർഷാസന, പശ്ചിമോത്താനാസന, പവനമുക്താസന, അങ്ങനെയുള്ള വയറിന് ഞെരുക്കുന്ന ശശാങ്കാസനയൊക്കെ ചെയ്യുന്ന സമയത്ത് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വേണം വയറമർത്തി താഴത്തേക്ക് വരാനായിട്ട് കേട്ടോ. നോർമൽ ബ്രീത്തിങ്. സാവധാനം കൈകൾ റിലീസ് ചെയ്ത് കാൽ മുകളിലേക്ക് ഉയർത്തി പതുക്കെ താഴെ വയ്ക്കാം. ഇനി 2 കാലും ഒരുമിച്ച് ചെയ്യാം. ഇൻഹേൽ, എക്സെയിൽ, ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കും. അപ്പോൾ വയറിലേക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അവിടെ സ്റ്റിമുലേറ്റ് ആവുന്നുണ്ട്, എത്രത്തോളം പ്രഷർ അവിടെ കിട്ടുന്നുണ്ടെന്നതിന് മനസ്സിലാവും. നോർമൽ ബ്രീത്തിങ്. വയറിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് സാധാരണ ശ്വാസം, സുഖമായി കിടക്കുക. തലയൊന്നും ഉയർത്തേണ്ട, തലയും ഷോൾഡറൊക്കെ ഫ്രീ ആക്കി വയ്ക്കുക. വയറിലേക്ക് ശ്രദ്ധിക്കുക. സാവധാനം കൈകൾ റിലീസ് ചെയ്ത് കാൽ നേരെ മുകളിലേക്ക് ഉയർത്തി സാവധാനം താഴെ വയ്ക്കുക. കാലുകൾ അയറ്റി വയ്ക്കുക, കൈകൾ അയറ്റി വയ്ക്കുക. ഒരു 10 സെക്കൻഡ്സ് റിലാക്സ്. നിറച്ച് ശ്വാസം എടുത്ത് സാവധാനം പുറത്തേക്ക് ഊതിക്കളയാം. ഗുഡ്. സാവധാനം വലതുവശം ചരിഞ്ഞ് എഴുന്നേൽക്കാം. അടുത്തത് നമുക്ക് പ്രാർത്ഥനാസന, ഹസ്ത ഉത്ഥാനാസന, പാദഹസ്താസന, ദണ്ഡാസന, തിരിച്ച് വീണ്ടും പാദഹസ്താസന, ഹസ്ത ഉത്ഥാനാസന, പ്രാർത്ഥനാസന. ഈ ഒരു രീതിയിലൊരു കോംബോ നമുക്ക് ചെയ്യാം. റെഡി? അതിന് എഴുന്നേൽക്കാം. മാറ്റിൻ്റെ ബാക്കിലായിട്ട് വരാം. കാലുകൾ ഒരു 2 ഇഞ്ച് അകറ്റി വെച്ച് നേരെ നിവർന്ന് നിന്ന് കൈകൾ തൊഴുത് പിടിക്കാം. പ്രാർത്ഥനാസന 1. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തി ഒന്ന് പുറകോട്ട് ബെൻഡ് ചെയ്യുക. 2. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാലിലേക്ക് തൊടാൻ ശ്രമിക്കുക. 3. ഇനി കൈകൾ കൊണ്ട് കാലവിടെ തന്നെ ഇരുന്നോട്ടെ. കൈകൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫ്രണ്ടിലേക്ക് വന്ന് ദണ്ഡാസന. സാവധാനം തിരിച്ചു വരാം. പാദഹസ്താസന 5. കൈകൾ മുകളിലേക്ക് ഉയർത്തി പുറകോട്ട് ബെൻഡ് ചെയ്യാം. 6. തൊഴുത് പിടിച്ചുകൊണ്ട് നേരെ നിവർന്ന് വന്ന് പ്രാർത്ഥനാസന 7. അപ്പോൾ 7 സ്റ്റെപ്പുകളാണുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്യാം 7 സ്റ്റെപ്സ്. അപ്പോൾ ഞാൻ കൗണ്ട് ചെയ്യാം, കൂടെ ചെയ്യാം കേട്ടോ. റെഡി? റെഡി? 2, 3, 4, 5, 6, 7. ഓക്കെ, 2 കഴിഞ്ഞു. 2, 3, 4, 5, 6, 7. 4. 1, 2, 3, 4, 5, 6, 7. 5. 1, 2, 3, 4, 5, 6, 7. Last one, 6. 1, 2, 3, 4, 5, 6, 7.
അപ്പോൾ 6 ചെയ്തു. റിലാക്സ്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം. ഒരു ഡീപ്പ് ബ്രീത്ത് ചെയ്യാം. റിലാക്സ്. അപ്പോൾ റെഡി. നമുക്കിനി അടുത്തത് 2 സ്റ്റെപ്പാണ്. 2 സ്റ്റെപ്പ് മീൻസ് ഒന്ന് പർവ്വതം, പിന്നെ നമ്മൾ അപ്പോഴേ ചെയ്തില്ലേ ഭുജംഗാസനത്തിൻ്റെ ഒരു വേരിയേഷൻ, കാൽമുട്ടും ഇടുപ്പും നിലത്ത് മുട്ടാതെ ഊർധ്വമുഖ ശ്വാനാസനം. അപ്പോൾ അത് രണ്ടുമാണ് ചെയ്യുന്നത്. അപ്പോൾ 2 സ്റ്റെപ്പുള്ളതാണ് കേട്ടോ. അപ്പോൾ 1 പർവ്വതാസന, 2 ഊർധ്വമുഖ ശ്വാനാസന അല്ലെങ്കിൽ ഭുജംഗാസനത്തിൻ്റെ ഒരു വേരിയേഷൻ കേട്ടോ. റെഡി. അപ്പോൾ ആദ്യം കാൽപാദം പതിച്ച് വെച്ച് നന്നായി താഴ്ത്തേക്ക് വരിക, തല താഴ്ത്തി കൊടുക്കുക. അപ്പോൾ ഇതാണ് 1. 2 ഇടുപ്പ് താഴ്ത്തി കാൽമുട്ട് നിലത്ത് മുട്ടാതെ മുകളിൽ. ഇൻഹെയിലാണ് ഊർധ്വമുഖ ശ്വാനാസനം. എക്സെയിൽ പർവ്വതാസന. അപ്പോൾ കാൽപാദവും കൈപ്പത്തിയും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കേണ്ട ആവശ്യമില്ല. ഒരു ഭാഗത്ത് ഫിക്സ്ഡ് ആക്കി വെക്കുക. ഇടുപ്പ് ഉയർത്തുക, ഇടുപ്പ് താഴ്ത്തുക, അത്ര മാത്രം. അപ്പോൾ പർവ്വതാസന 1 2 1 2 1 2 1 2 1 2 1 2 1 2. Last one. 1 2. കാൽമുട്ട് താഴെ വെച്ച് വജ്രാസന. ഗുഡ്. നന്നായി ഡീപ്പ് ബ്രീത്ത് ചെയ്യാം. ഹാർട്ട് ബീറ്റിലേക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റൊക്കെ എത്രത്തോളം കൂടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. നല്ലൊരു കാർഡിയോയും കൂടിയാണ്. നല്ല കാലറി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ആസനങ്ങളിൽ ഒരു കോംബോ ആണിത്. ഇത് ചെയ്യുക. വയറിലേക്കും വയറിൻ്റെ മസിലുകൾ സ്ട്രെങ്തനാക്കാൻ ഇത് നല്ല എക്സസൈസാണ്. അപ്പോൾ ഇതൊപ്പം ചെയ്യാനായിട്ട് മറക്കരുത് എപ്പോഴും. അപ്പോൾ എക്സസൈസ് നിങ്ങളുടെ കൂടെ തന്നെ ചെയ്യുന്നതുകൊണ്ടും ഓഡിയോ കൈയോടെ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടും അപ്പോൾ എൻ്റെ ഗതയ്ക്കുന്ന സൗണ്ടുകളും ഇതെല്ലാം അതിലുണ്ടാവും. എല്ലാവരും പോലെ തന്നെ നമ്മളും ഗതയ്ക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. റെഡി. അടുത്തത് 9 സ്റ്റെപ്പുള്ള ഒരു സൂര്യ നമസ്കാരം ചെയ്യും. ഓക്കെ. അപ്പോൾ അതിൽ പ്രാർത്ഥനാസന, ഹസ്ത ഉത്ഥാനാസന, പാദഹസ്താസന, അതുപോലെ തന്നെ അശ്വസഞ്ചലന, തിരിച്ച് പാദഹസ്താസന, പിന്നെ അടുത്ത കാൽ പുറകോട്ട് അശ്വസഞ്ചലന, അത് ഫ്രണ്ടിലേക്ക് ഹസ്ത ഉത്ഥാനാസന, അതുപോലെ കൈകൾ മുകളിലേക്ക് ഉയർത്തി ഹസ്ത ഉത്ഥാനാസന, പിന്നെ പ്രാർത്ഥനാസന ചെയ്യാം. റെഡി. മാറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് വരിക. 1 ഫീറ്റ് ബാക്കിൽ നിൽക്കുക. റെഡി. നേരെ നിവർന്ന് നിൽക്കുക. 1 2 3 4 5 6 7 8 9. റെഡി. രണ്ടാമത്തെ 1 2 3 4 5 6 7 8 9. മൂന്നാമത്തെ 1 2 3 4 5 6 7 8 9. നാലാമത്തെ 1 2 3 4 5 6 7 8 9. ഗുഡ്. അഞ്ചാമത്തെ 2 3 4 5 6 7 8 9. ഗുഡ്. ലാസ്റ്റ് വൺ. ആറാമത്തെ 2 3 4 5 6 7 8 9. റിലാക്സ്.
അപ്പോൾ നമ്മൾ 6 സ്റ്റെപ്പുകൾ ചെയ്തു, 6 റൗണ്ടുകൾ ചെയ്തു അല്ലേ. ഗുഡ്. റിലാക്സ്. സമയം, ഞാൻ വീഡിയോ ഷൂട്ടിങ് സമയം രാവിലെ 7:30 മണിയാണ്. ഇപ്പം തന്നെ നല്ല ചൂടുണ്ട്. അതുകൊണ്ട് എല്ലാവരും നേരത്തെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് കുറച്ച് വെളിച്ചത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ സമയത്ത് ഷൂട്ട് ചെയ്യുന്നത്. കുറച്ചുകൂടെ നേരത്തെ ചെയ്താണെങ്കിൽ നല്ല സുഖമായിരിക്കും അല്ലേ. അടുത്തത് ത്രികോണാസനത്തിൻ്റെ ഒരു ക്രിയയാണ്. അപ്പോൾ നമുക്ക് മാറി മാറി സ്പീഡിൽ ചെയ്യാമെന്നുള്ളതാണ്. വേദിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയും. അപ്പോൾ കാലുകൾ നന്നായി അകച്ച് വെച്ച്, അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ക്രോസ് ലെഗ്സ് എന്ന് പറയില്ലേ, അത് ചെയ്യാം. അപ്പോൾ കൗണ്ടിങ് 50 ആണ്. അപ്പോൾ നിങ്ങൾ അത് വീഡിയോ പൗസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് കൗണ്ട് ചെയ്ത് 50 ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കാണിച്ചു തരാം. അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നോർമൽ ക്രോസ് ലെഗ് ആദ്യം, സാധാരണ ക്രോസ് ലെഗ് ആദ്യം, അതൊരു 30 പ്രാവശ്യം. റെഡി? അപ്പോൾ കൗണ്ട് ചെയ്യാൻ ശ്രമിക്കാം. ചെയ്യുന്ന സമയത്ത് കൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് എങ്ങനെ കേൾക്കാൻ നല്ല സുഖം ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. റെഡി? കാലുകൾ നന്നായി അയറ്റ് വെച്ചു, നന്നായി ഫ്രണ്ടിലേക്ക് കുനിഞ്ഞു. റെഡി? കാലുകളിലേക്ക് മാറി മാറി തൊടുക എന്നുള്ളതാണ്. അപ്പോൾ വലത് കൈ ഇടത് കാലിലേക്ക് തൊടുന്ന സമയത്ത് ഇടത് കൈ എന്ത് ചെയ്യണം? ഇങ്ങനെ സൈഡിൽ കൂടെ മുകളിലേക്ക് ഉയർത്തണം. ഇത് 1. ഇടത് കൈ വലത് കാലിലേക്ക് വരുന്ന സമയത്ത് വലത് കൈ മുകളിലേക്ക് ഉയർത്തിയിട്ടുണ്ടാവണം. 2. ഓക്കെ, ഇത് മാറി മാറി ചെയ്യാം. അപ്പോൾ കഴുത്തിനൊപ്പം തിരിക്കേണ്ട ആവശ്യമില്ല, കഴുത്ത് താഴെ ഫ്രീ ആയി വെച്ചാൽ മതി. റെഡി? ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. ഗുഡ്. സാവധാനം ഉയർന്നു വരാം. ഗുഡ്. ഡീപ് ബ്രീത്ത് ചെയ്യുക. ഇനി സ്പെഷ്യൽ ക്രോസ് ലെഗ്സ്. കാലുകൾ നന്നായി ഏറ്റി വയ്ക്കുക. കൈകൾ നന്നായി മുകളിലേക്ക് ഉയർത്തി പിടിക്കണം. ശ്വാസം വിട്ടുകൊണ്ട് കൈ താഴത്തേക്ക് കേട്ടോ. അപ്പോൾ വലത് കൈ മാത്രം താഴത്തേക്ക് പോകണം, ഇടത് കൈ മുകളിലുണ്ടാവണം. റെഡി? ശ്വാസം വിട്ടുകൊണ്ട് വലത് കൈ ഇടത് കാലിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഇടത് കൈ കണ്ട മുകളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് 1. ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും കൈകൾ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. 2. കൈ മുകളിൽ കണ്ടോ? അപ്പോൾ ഇടത് കൈ താഴെ വരുമ്പോൾ വലത് കൈ മുകളിൽ തന്നെ ഉണ്ടായിരുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വീണ്ടും കൈ മുകളിലേക്ക് ഉയർത്തി സ്ട്രെച്ച് ചെയ്യുക. ഈ രീതിയിൽ വേണം ചെയ്യാൻ. കൗണ്ടിങ് 20. റെഡി? അപ്പോൾ നമ്മൾ 2 ചെയ്ത് കഴിഞ്ഞു. റെഡി? 3 4. ശ്വാസം വിട്ടുകൊണ്ട് താഴത്തേക്ക്, ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്. 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. കൈകൾ വശം കൂടെ താഴ്ത്താം. റിലാക്സ്. അപ്പോൾ അടുത്തൊരു കുപ്പി വെള്ളം വയ്ക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും ക്ഷീണം തോന്നുമ്പോൾ ഒരു സിപ്പ് കുടിക്കാം കേട്ടോ. ഒരുപാട് കുടിക്കരുത്. ഒരു സിപ്പ് ഒന്ന് കുടിച്ചാൽ ഒരു എനർജി കിട്ടും. കൂടുതൽ കുടിക്കേണ്ട, ജസ്റ്റ് 1 സിപ്പ്. ഇനി അടുത്തത് സ്പെഷ്യൽ ക്രോസ് ലെഗ് നമ്പർ 2. റെഡി? അപ്പോൾ സ്പെഷ്യൽ ക്രോസ് ലെഗ് 1 ആണ് അല്ലേ. അപ്പോൾ ഒരു കൈ മാത്രം താഴത്തേക്ക് വന്നു. ഇപ്പോൾ സ്പെഷ്യൽ ക്രോസ് ലെഗ് നമ്പർ 2, 2 കൈയും താഴത്തേക്ക് വരണം. റെഡി? കൈ നന്നായി മുകളിലേക്ക് ഉയർത്തി പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് താഴത്തേക്ക്, ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് താഴത്തേക്ക്. റെഡി? മനസ്സിലായല്ലോ? ഇൻഹേൽ, നന്നായി സ്ട്രെച്ച് ചെയ്തു. എക്സേൽ. 3
4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 കൈകൾ വശങ്ങളിലൂടെ താഴ്ത്താം. എക്സെയിൽ, റിലാക്സ്. നന്നായി ഡീപ്പ് ബ്രീത്ത് ചെയ്യാം. ക്ഷീണിച്ചു അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഏകദേശം എത്ര മിനിറ്റ് ആയിട്ടുണ്ട്? 42 48. യെസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ശവാസനം കിടന്ന് നന്നായി റെസ്റ്റ് എടുക്കുക. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വെയിറ്റ് ലോസ് നമുക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ള രീതിക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ, ഡയറ്റ് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളെല്ലാം എന്ത് ചെയ്യണം? സ്ഥിരമായി കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഇതെല്ലാം ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഊർജ്ജം കിട്ടുക അല്ലേ? ഇത് കൂടുതൽ വീഡിയോ ഉണ്ടാക്കാനായിട്ട് നമുക്കത് ഊർജ്ജം ഉണ്ടാവും. അപ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കുക. ശരിയില്ല. അപ്പോൾ നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും സബ്സ്ക്രിപ്ഷനൊക്കെ വളരെ വിലപ്പെട്ടതാണ്. അത് ഞങ്ങൾക്കൊരു മോട്ടിവേറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. റെഡി? അടുത്തൊരു സെഷനിൽ കാണാം. എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്തേ. ക്ലോസ് ചെയ്യാം.